കേൾക്കുന്ന 10 വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ 10 വർഷക്കാലം അതിനകത്ത് നിന്ന് ആരാണ് തിരുത്തൽ ശക്തിയായി സംസാരിക്കുക, ആരാണ് ശരിയായ ഇടതുപക്ഷ മൂല്യങ്ങൾ ഈ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുക എന്ന വലിയ ചോദ്യം ഉയർന്നു മുഴങ്ങി നിൽക്കുന്ന ഈ സമയത്ത് അതിനൊരു ഉത്തരമില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ആ ഉത്തരം വി.എസ്. അച്യുതാനന്ദനായിരുന്നെങ്കിൽ അദ്ദേഹം 6 വർഷമായിട്ട് ഇടപെടാൻ ശാരീരിക അവസ്ഥയിലായിരുന്നു. ഇന്ന് അദ്ദേഹം വിടവാങ്ങുകയാണ്. ആ വിടവാങ്ങൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മഹാനായ നേതാവ് നഷ്ടപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം നഷ്ടമല്ല, അതിനപ്പുറം കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷയായിരുന്ന ഒരാൾ വഴി തെറ്റിപ്പോകുന്ന സമയത്തെല്ലാം ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ധൈര്യപ്പെട്ടിരുന്ന ഒരാൾ എന്ന പ്രത്യേകത നിശ്ചയമായും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വിരമിച്ചു പോകുന്നു എന്നതിനപ്പുറം വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിനാകെ തന്നെ വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലുമെല്ലാം CPIM-കാരായിട്ടുള്ള ആളുകളുടെ ആവേശ പിന്തുണയ്ക്കപ്പുറത്തേക്ക് വലിയ ജനാവലിയുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു അദ്ദേഹം. സകല മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എല്ലാ പ്രശ്നങ്ങളിലെയും നേരിട്ട് കയറി ചേരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വിമർശനങ്ങളുടെ കൂരം അദ്ദേഹം പായാത്ത ഒരാൾ ബാക്കി ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഒരു കോംപ്രമൈസിൻ്റെ, സന്ധിയുടെ, സമവായത്തിൻ്റെ, സമവാക്യ നിർമ്മിതികളുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് ഇടതുപക്ഷ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിശിതമായ വിമർശനങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അടിസ്ഥാന വർഗ്ഗക്കാരോട് കോംപ്രമൈസ് ഇല്ലാത്ത ചേർത്ത് നിർത്തലിൻ്റെ വലിയ രാഷ്ട്രീയത്തിൻ്റെ സന്ദേശം പകർന്നു നൽകിയ ഒരു നേതാവ് വിടവാങ്ങുന്നു എന്ന പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇതാ ദർബാർ ഹാളിലേക്ക് അവസാനമായി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് കേരളം. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ്. ആലപ്പുഴയിലേക്കുള്ള യാത്രയിലും വലിയ ജനക്കൂട്ടം ഉറപ്പായും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം കേരളത്തിൽ നൽകിയ സംഭാവനകളെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന് ഒരു വാക്ക് നന്ദി പറയാൻ കാത്തിരിക്കുന്ന മനുഷ്യർ നിശ്ചയമായും അവിടെ ഉണ്ടാവും. കാരണം വി.എസ്. അച്യുതാനന്ദൻ നമ്മൾ ഇന്ന് നിൽക്കുന്ന അഭിമാനപൂർവ്വം നമ്മൾ കേരളീയരാണ്, നമ്മൾ മലയാളിയാണ് എന്ന് നമ്മൾ ഉറക്കെ പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ വാചകമുണ്ടല്ലോ, ആ വാചകം സൃഷ്ടിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ എന്ന പ്രത്യേകത വി.എസ്. അച്യുതാനന്ദൻ എന്ന് കാണാം. അദ്ദേഹം കേവലമായ ഒരു ഭരണാധികാരിയായിരുന്നില്ല. നമ്മൾ നവോത്ഥാന കേരളം എന്ന് വിളിക്കുന്ന, പുരോഗമന കേരളം എന്ന് വിളിക്കുന്ന, എല്ലാ സൂചികളിലും മുന്നിൽ നിൽക്കുന്നു വിളിക്കുന്ന, സാക്ഷര കേരളം എന്ന് വിളിക്കുന്ന, അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന അഭിമാനം കൊള്ളുന്ന മലയാളിക്ക് അത്തരമൊരു കേരളം സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരു നേതാവ് വിടവാങ്ങുന്നു. അദ്ദേഹം കേവലമായ ഒരു പാർട്ടി ലീഡർ മാത്രമായിരുന്നില്ല, ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യരുടെ ഏറ്റവും വലിയ ആശയായിരുന്നു, പ്രതീക്ഷയായിരുന്നു, പ്രതീക്ഷാ ഗോപുരമായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള PR ഗിമ്മിക്കുകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട നേതാവല്ല. അതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നെന്ന ബോധ്യത്താലേ ജനം പിന്തുണച്ച നേതാവ് എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ ഒരു തലമുറയുടെ ആകെ വൈകാരികമായ ഒരു സ്പർശം അദ്ദേഹത്തിൻ്റെ ഈ യാത്രയപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് വലിയ തോതിലുള്ള ആൾക്കാർ കാത്തിരിക്കുന്നു അദ്ദേഹത്തിന് അന്ത്യയാത്ര വഴി നൽകാൻ. ഇപ്പോൾ ഈ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് അല്പസമയത്തിനകം സാധാരണ ആളുകൾക്ക് അകത്തേക്ക് പെർമിറ്റ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വലിയൊരു ജനസഞ്ചയം ഒഴുകി വരാനുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാർ, മറ്റ് കക്ഷി നേതാക്കൾ ഒക്കെ വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ ദർബാർ ഹാളിനകത്ത് കാത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധിയായ മനുഷ്യർ അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ മാർക്ക് ചെയ്ത് കടന്നു പോകുന്നത് കേരളത്തിൻ്റെ ഒരു സൃഷ്ടിയിലെ അദ്ദേഹത്തിൻ്റെ വലിയ പങ്കാളിത്തമാണ് എന്നത് നിസ്സംശയം എടുത്ത് പറയാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ CPIM-നകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്നൊരുപരി അതിനെ നേർവഴിക്ക് നടത്താൻ, അതിനെ ചാഞ്ചല്യമില്ലാതെ നേരെ നിർത്താൻ പണിയെടുത്ത ഒരു മനുഷ്യൻ എന്ന സവിശേഷത അദ്ദേഹത്തിന് ഉണ്ട്. വർഗീയത പോലെയുള്ള കേരളത്തെ ഈ സമീപകാലത്ത് പിടിച്ചു കൊടുക്കുന്ന സംഗതികളോട് നിർഭയമായി പോരാടിയ മനുഷ്യൻ എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്ന എന്താണ്? സമുദായ നേതാക്കൾ തുറന്ന വർഗീയത പറയുന്ന കാലത്ത് 2005 തുടങ്ങിയ ഈ വർഗീയതയുടെ പിത്തലാട്ടത്തെ പിടിച്ചു നിർത്താൻ വയ്യാത്ത കാലത്തും വേച്ച് കാലെടുത്ത് കേരളം മുഴുവൻ സഞ്ചരിച്ച വി.എസ്. അച്യുതാനന്ദനെ നമുക്ക് ഓർമ്മയുണ്ട്. സധൈര്യം അതിനോട് എതിരിട്ട വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയുണ്ട്. ആ വി.എസ്. അച്യുതാനന്ദൻ നിശ്ചയമായിട്ടും കേരളം ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴെടുക്കുന്ന ഈ അഴകുഴമ്പൻ സമീപനത്തെ അല്ലെങ്കിൽ സന്ധി സമീപനത്തെ ചോദ്യം ചെയ്യാനൊരു വലിയ ശബ്ദമില്ലല്ലോ എന്ന് നിരാശപ്പെടുന്ന മനുഷ്യരുടെ മുൻപിലേക്കാണ് മരിച്ച വി.എസ്. അച്യുതാനന്ദൻ്റെ മൃതദേഹം കടന്നു വരുന്നത്. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ എന്തുമാത്രം പ്രസക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൗനം പോലും പ്രസക്തമാണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? വി.എസ്. ഇല്ലാത്തപ്പോൾ സംസാരിക്കാൻ, ആ വാക്ക് മിണ്ടാൻ, ആ ശബ്ദം ഏറ്റെടുക്കാൻ, ആ നിലപാട് ഉറക്കെ പറയാൻ ഒരാളും അവശേഷിക്കുന്നില്ല. അപ്പോൾ അതെന്തുമാത്രം പ്രത്യേകതയുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. നേരത്തെ സംസാരിക്കുമ്പം സൈഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ വി.എസ്. അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ല, PB അംഗങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ആ പാർട്ടി എടുത്ത തീരുമാനത്തെ തിരുത്താൻ തക്കവണ്ണം ഉള്ള ജനകീയമായ അടിത്തറ ഉണ്ടായിരുന്ന ഒരാൾ, ചരിത്രത്തെ തിരുത്തിയ ഒരാളെന്ന പ്രത്യേകത വി.എസിനുണ്ട്. അങ്ങനെ ഒരു വി.എസ്. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജനങ്ങളെക്കാൾ എന്ന് വെച്ചാൽ ആ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് വി.എസ്. സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജനങ്ങളുടെ തിരുത്തൽ എന്ന് പറയുന്നത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ ജനങ്ങളുണ്ടെങ്കിൽ ആ തിരുത്തലിൻ്റെ ഒരു ചാലക ശക്തിയായിട്ട് നിലകൊള്ളാൻ, അതിൻ്റെ ഒരു മുഖമായി നിലകൊള്ളാൻ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയും ഇല്ല, ഒരു പാർട്ടിയിലുമില്ല എന്നാണ്. അപ്പോൾ വി എസ് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പ്രവർത്തന കാലയളവ് രേഖപ്പെടുത്തി പോകുന്ന നേതാവ് എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. ഇന്നലെ പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പാർട്ടി വി എസിനെയും വി എസ് പാർട്ടിയെയും വളർത്തി എന്നാണ്. അത് ശരിയായ വാചകം തന്നെയാണ്. വി എസ് പാർട്ടി വളർത്തിയിട്ടുണ്ട്. തിരിച്ച് പാർട്ടിയെയും വലിയ തോതിൽ ജനസമ്മതിയുള്ള ഒന്നാക്കി മാറ്റുന്നതിൽ, ജനങ്ങൾക്കിടയിലേക്ക് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്, ജനങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പാർട്ടിയാണെന്ന സന്ദേശം കൊടുക്കുന്നതിൽ, അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ, അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ വി എസിൻ്റെ വലിയ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേതെങ്കിലും തരത്തിലുള്ള മാധ്യമ തത്സമയ കവറേജുകളിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ള ഒന്നല്ല. സോഷ്യൽ മീഡിയയുടെ ഈ പ്രതാപകാലത്തൊന്നുമല്ല വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ ഹൃദയങ്ങൾ ഇടം പിടിക്കുന്ന നമുക്കറിയാം. അദ്ദേഹം ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തന കാലം മുതൽ ഇങ്ങോട്ട് നിരന്തരമായി മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അങ്ങനെ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. ഏതെങ്കിലും നിലയ്ക്ക് ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട ഒരു നേതാവല്ല വി എസ് അച്യുതാനന്ദൻ. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളാൽ ഉയർത്തപ്പെട്ട ഒരു നേതാവ്. കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം വേറൊരു നേതാവിന് വേണ്ടി മനുഷ്യർ ആത്മാർത്ഥമായി വിളിക്കുന്നത് നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ല. അപ്പോൾ ആ പ്രത്യേകത വി എസ് അച്യുതാനന്ദന് ഉണ്ട് എന്ന് കാണണം. 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു മനുഷ്യൻ ആദ്യമായി വരുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്കാണ്, വേറെ ഏതെങ്കിലും ഒരു അധികാര പദവിയിലേക്കില്ല. ആ മുഖ്യമന്ത്രി പദം അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആശയറ്റ മനുഷ്യർ, ദുർബലരായ മനുഷ്യർ, പിടിക്കാനൊരു കൈത്താങ്ങില്ലാതെ വിലപിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ദുർബലമായ ശരീരഭാഷയുമായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിന്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങൾക്ക് വലിയ തെളിച്ചവും ധീരതയും കരുത്തും ഉണ്ടായിരുന്നു എന്നത് എടുത്ത് കാണേണ്ട കാര്യമാണ്. നിശ്ചയമായും വി എസ് അച്യുതാനന്ദനെ പോലെ മറ്റൊരു നേതാവ് അവശേഷിക്കുന്നില്ല കേരളത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹത്തിന് പലതരത്തിലും കോംപ്രമൈസുകളോട് മുഖം തിരിഞ്ഞുന്ന മനുഷ്യൻ, സംസാരിക്കുകയും പറയുകയും ചെയ്യേണ്ടത് ഇടതുപക്ഷ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണമെന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരു മനുഷ്യനെ നഷ്ടപ്പെടുന്നത് പ്രത്യേകത കേരളം ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള, ഇടതുപക്ഷ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ വിടവാങ്ങുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ള നിലപാടുകൾ, വെട്ടിത്തന്നിട്ടുള്ള വഴി, അത് പ്രധാനമാണ്. ആ വഴിയെ എല്ലാവരും നടക്കുന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാളിത്തം ഒരാൾ, നാം അഭിമാനത്തോടെ മലയാളി ഞങ്ങളുടെ കേരളം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള, പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരാൾ, സകലർക്കും അവകാശമുള്ള ഒരു ഭൂമികയാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ബോധ്യമുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഏതെല്ലാമോ അർത്ഥത്തിൽ കേരളത്തിനെ ഒരിക്കലും മറന്നു കളയാൻ കഴിയാത്ത, മായ്ക്കാൻ കഴിയാത്ത അടയാള രേഖകൾ മുദ്രവാക്കി വെച്ചുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുന്നത്. ആ വിടവാങ്ങലിൻ്റെ വിവിധ വേദികൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. വലിയ പോലീസ് പട നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട VIP-കൾ എമ്പാടുമുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഓർക്കണം, വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ ഗ്രൗണ്ടിൽ ജേർണലിസം ചെയ്തുകൊണ്ടിരുന്ന ആൾ കൂടിയാണ് ഞാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഇത്ര വലിയ സന്നാഹങ്ങളുടെ നടുവിലൂടെ ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ വന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ആക്സസിബിൾ ആയിരുന്ന, ആർക്കും കടന്നു വരാൻ കഴിയുമായിരുന്ന, വി എസ് അച്യുതാനന്ദൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന എത്രയോ സെൽഫികൾ ആളുകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഇരിക്കുന്നു, അടുത്ത് നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഓരോ മനുഷ്യരും ഒപ്പം നിൽക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ചിരിച്ച് ക്യാമറയിൽ നോക്കുന്ന വി എസിനെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ നേതാക്കളും ആ നിലയ്ക്ക് സൗമ്യമായി ആളുകൾക്കിടയിലേക്ക് നിന്ന് കൊടുത്തിട്ടുള്ള ആൾക്കാരല്ല. ഇത്രയും വലിയ സെക്യൂരിറ്റി വലയങ്ങളുടെ നടുവിലുമായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത്. വി എസ് കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ നിന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലേക്ക് വി എസ് സ്വയം പോയി ബോധ്യപ്പെടുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മതികെട്ടാനിലേക്കുള്ള യാത്ര നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മയിലുള്ള ടെലിവൈസ്ഡ് ആയിട്ടുള്ള ദൃശ്യം അതായിരിക്കും. വി എസ് അച്യുതാനന്ദൻ തനിക്ക് ബോധ്യപ്പെടാൻ, കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടറിയാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥം തുടങ്ങുന്ന അങ്ങനെയാണ്. മനുഷ്യർക്കിടയിൽ ജീവിച്ചു വളർന്ന ഒരാൾ. അതുകൊണ്ട് അദ്ദേഹം വലിയ VIP ആയി മാറുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുകയും ബോധ്യപ്പെടുകയും അവ അവിടെ നിന്ന് തന്നെ ഉയർത്തുകയും ചെയ്യുക എന്ന ഒരു പ്രവർത്തന സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തയാളെന്ന പ്രത്യേകത നിശ്ചയമായി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ് അദ്ദേഹം. 2006 തെരഞ്ഞെടുപ്പ് വിജയിച്ചിറങ്ങി വരുമ്പോൾ ജനങ്ങളോട് ചോദിക്കുന്നു, ഞാൻ എന്നാൽ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന ചോദ്യം. അത് നിങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളതെന്ന ബോധ്യത്തിൽ അദ്ദേഹം സംസാരിക്കലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മറുപടിയാണ്. രാജ്ഭവനിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം മൈക്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്നാൽ മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അത് ഞാൻ ജനങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെന്ന്, ജനങ്ങളാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്, ജനങ്ങളാണ് എൻ്റെ പിന്നിലും മുന്നിലും ഉള്ളതെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം ആ വലിയ ചോദ്യം ചോദിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് പോയി ഗവർണറെ കാണുന്നത് എന്ന് കാണാം. അതാണ് വി എസ് അച്യുതാനന്ദൻ്റെ സവിശേഷത. അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായിരുന്നു, താനും തൻ്റെ പാർട്ടിയും തൻ്റെ മുന്നണിയും എല്ലാം നിൽക്കുന്നത് ജനങ്ങളുടെ മണ്ണിൽ ചവിട്ടിയിട്ടാണ്. അതിനെക്കുറിച്ചുള്ള മെമ്മറീസ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ബോധ്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ച അതുല്യനായ ഒരു കമ്മ്യൂണിസ്റ്റ്, അപൂർവമായ മാത്രം ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന സവിശേഷത വി എസിൻ്റെ കാര്യത്തിലുണ്ട്. വി എസ് വിടവാങ്ങുമ്പോൾ കേരളം നിശ്ചയമായും അദ്ദേഹത്തെ ഹൃദയവികാരത്തോടെ ഓർത്തുവെക്കും, രേഖപ്പെടുത്തും, വിട ചൊല്ലുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് പറയാനുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം വി എസിനുള്ള ഒറ്റേ ഒരു വാക്കാണ്, താങ്ക് യു. ഈ കേരളത്തിന് വേണ്ടി താങ്കൾ ചെയ്തതിനൊക്കെയും നന്ദി എന്നൊരു വാക്കാണ് ദിവ്യ നിശ്ചയമായും അദ്ദേഹത്തോട് നമുക്ക് അവസാനമായി പറയാനുണ്ടാവേണ്ടത്.
യെസ്, നിഷാദ് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് വി എസ് നമ്മുടെ ഉള്ളിൽ ഇടം പിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഒരു വലിയ ഏടായി വി എസ് എന്ന രണ്ടക്ഷരം എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നിഷാദ് വല്ലാത്തൊരു അനാഥത്വം കൂടി ഉണ്ടാക്കിയല്ലേ വി എസ് പോകുന്നത്. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച നേതാവ് തന്നെയായിരുന്നു വി എസ്. അത് ഭൂസമരങ്ങളിലായാലും പരിസ്ഥിതി വിഷയങ്ങളിലായാലും സ്ത്രീകൾക്കായുള്ള പോരാട്ടങ്ങളിലുമൊക്കെ അദ്ദേഹം മുന്നിൽ നിന്ന് ആ പോരാട്ടം തെളിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ആശാപ്രവർത്തകരുടെ സമരമൊക്കെ ദിവസങ്ങൾ അങ്ങനെ നീണ്ട ഒരു പരിഹാരമാകാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ ഊർജം പകരാൻ വി എസ് ഇല്ലല്ലോ എന്നൊരു വലിയൊരു അനാഥത്വം കൂടിയില്ലേ? നിശ്ചയമായും ദിവ്യ, വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമുയർത്തുക, ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ശബ്ദമുയർത്തുക എന്ന നിലയ്ക്കല്ല അദ്ദേഹത്തെക്കുറിച്ച് മലയാളി കണ്ടിട്ടുള്ളത്. മറിച്ച് ജനങ്ങളുടെ ശബ്ദമായിരിക്കുക. ഏത് പൊസിഷനിലിരിക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പോലും പാർട്ടിയോട് വിയോജിക്കുന്ന പല ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ കുറച്ചുകൂടി തുറസായ സമീപനം വേണം എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിയോജിപ്പുകളുള്ളപ്പോൾ തന്നെ അതിനെ ആരും തിരുത്തും. ഈ ഭരണം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അതിനെ പാർട്ടിക്ക് തിരുത്താൻ കഴിയുന്നില്ല. നയനിലപാടുകളുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഉറപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം നേരിടുന്ന ഭരണകൂടം ഇന്ന് കേരളത്തിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് അതിൻ്റെ പാർട്ടി പിടി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പാർട്ടി ഭരണകൂടത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി പിന്നാലെ സഞ്ചരിക്കുന്ന പ്രശ്നം നേരിടുമ്പോൾ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള തിരുത്തൽ ശക്തികളെ നിശ്ചയമായിട്ടും കേരളം മിസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നാം പറഞ്ഞല്ലോ, കഴിഞ്ഞ 6 വർഷമായി വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല. അദ്ദേഹം രോഗശയ്യയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിശബ്ദതയാണ് ഇവിടെ മുഴങ്ങി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് എന്താണ്? വർഗീയത പോലെയുള്ള വലിയ പ്രശ്നങ്ങളെ കേരളം അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ്. നമ്മൾ ഇടതുപക്ഷ മതേതര കേരളമെന്ന്, അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന കേരളമെന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിലും വർഗീയതയുടെ വലിയ പിത്തലാട്ടങ്ങളും അതിൻ്റെ അരിച്ചിറക്കലും കാണുന്ന കാലത്ത് അതിനെ തടുക്കാൻ, കോംപ്രമൈസുകളില്ലാതെ അതിനെ തടയാൻ, ഉറക്കെ സംസാരിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അവസാനത്തെ സംഭവം നോക്കൂ. ഇപ്പോൾ വലിയ സമുദായ നേതാക്കൾ വലിയ തോതിലുള്ള വർഗീയത വളരെ എക്സ്പ്ലിസിറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് CPIM-ന് പോലും വളരെ കടുത്ത പൊസിഷൻ അതിനോടില്ല എന്നത് കാണാൻ കഴിയുന്നതാണ്. സോ അതുകൊണ്ട് ആ നിലപാട് വി എസ് എടുത്തിട്ടുള്ളത് നമ്മൾ നോക്കണം. 2005-2006 കാലത്താണ് ഈ തരത്തിലുള്ള വർഗീയതയുടെ തുറന്നു പറച്ചിലുമായിട്ട് ഈ നേതാക്കൾ രംഗപ്രവേശം ചെയ്യുന്നത്. അന്ന് വി എസ് അച്യുതാനന്ദൻ വളരെ കടുത്ത ഭാഷയിൽ അതിനോട് വിയോജിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPIM-ന്റെയോ നിലപാട് ഈ വർഗീയതയെ താലോലിക്കലോ കണ്ടു നിൽക്കലോ അതിനോട് അനുഭാവ സമീപനം എടുക്കലോ അല്ല, മറിച്ച് അതിനെ തുറന്നെതിർക്കലാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും അത് തിരുവനന്തപുരം മുതൽ മധ്യകേരളം വരെ നടന്ന് പ്രസംഗിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഒരു പക്ഷത്തിൽ അതുണ്ടാക്കിയ ഒരു വലിയ വേവിനെ തടഞ്ഞു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ. അന്ന് അദ്ദേഹം പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി രംഗത്ത് വരികയും ആഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ വർഗീയതയോട് എതിരിട്ട് സംസാരിക്കാൻ കഴിയുന്ന നേതാക്കൾ ആരുണ്ട്? എന്തോ ചോദ്യം ചോദിക്കുമ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ എത്ര പ്രസക്തനാണ്, അദ്ദേഹത്തെ നാം എത്ര മിസ് ചെയ്യുന്നു, നമ്മുടെ മതനിരപേക്ഷ കേരളത്തിൻ്റെ ശബ്ദത്തെ ഉറക്കെ കേൾപ്പിക്കാൻ കഴിയുന്ന നേതാക്കൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തോട് അതിൻ്റെ നയം ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന നേതാക്കൾ എത്രയുണ്ടെന്നുള്ള വലിയ വാലിഡ് ആയിട്ടുള്ള ചോദ്യം കേരളത്തിന് മുൻപാകെ ഉയർന്നു വരുന്ന ഒരു വലിയ സന്ദർഭമാണിത്. കഴിഞ്ഞപ്പോൾ 6 വർഷത്തോളമായി നമ്മളത് മിസ് ചെയ്യുന്നു. ഇനിയുള്ള കാലവും അത് മിസ് ചെയ്യും. കാരണം വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് ആരുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം വി എസ് മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെയും കീ പോയിന്റ് ഭരണകൂടത്തിന് സ്വാഭാവികമായും പലതരത്തിലുള്ള കോംപ്രമൈസുകൾ എടുക്കേണ്ടി വരും. ഭരണകൂടത്തിന് പലതരത്തിലുള്ള സമവാക്യങ്ങളോട് അനുഭാവം എടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെയല്ല. നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നയം രൂപീകരിക്കാൻ കഴിയുന്നിട്ടുള്ള വലിയ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത നേതാവ് എന്ന സവിശേഷത വി എസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഒരു പാർട്ടിയിലും ഇനി അവശേഷിക്കുന്നില്ല.